അസ്സലാമലൈക്കും. ഒരു ദിക്റിനെ കുറിച്ച് പഠിക്കാൻ ചെറിയൊരു ദിക്ർ ആർക്കും ചെല്ലാൻ പറ്റും. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ ദിക്ർ ദിവസം ഒരു 100 പ്രാവശ്യം ചെല്ലാലുണ്ടല്ലോ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്. നിങ്ങൾ അതിന് ഒരുപാട് അധ്വാനിക്കണ്ട, ഗൾഫിൽ ഒരുപാട് അധ്വാനിക്കണ്ട, 25 ലക്ഷം 50 ലക്ഷം ഒന്നും ചെലവാക്കാതെ വെറും 5 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിനേക്കാളും ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചതിനേക്കാൾ വലിയൊരു ഇൻവെസ്റ്റ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു കഴിഞ്ഞാൽ നാളെ ഖബറിൽ പോയിട്ട് അല്ലാഹുവേ ഒരു 5 മിനിറ്റ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കരയേണ്ട ഒരു അവസ്ഥ വരില്ല. വേറൊന്നുമല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി കഴിഞ്ഞു. ആ ഒരു ദിക്ർ ആർക്കും പഠിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ഒരു ദിവസം ഒരാൾ ചൊല്ലിയാൽ അടലിന് സമാനമായ തെറ്റുകൾ ചെറുപാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അത് മാത്രമല്ല, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് കൊണ്ടുപോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞ ഈ ഒരു ദിക്റാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 100 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരാൾ ചൊല്ലിക്കൊണ്ടുവന്നാൽ അവനായിരിക്കും ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പൊ 100 പ്രാവശ്യം ചെല്ലാൻ എത്ര 5 മിനിറ്റും വേണ്ട. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 5 മിനിറ്റും വേണ്ട. അല്ലാഹുവേ, ഞാൻ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ചെല്ലേണ്ടത് രാവിലെയും വൈകുന്നേരം, രാവിലെ 100 പ്രാവശ്യം, വൈകുന്നേരം 100 പ്രാവശ്യം. നിങ്ങൾ ഒരു 5 മിനിറ്റ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളുടെ ആ ഒരു ദിവസം മുതലായി ഏറ്റവും വലിയൊരു സമ്പാദ്യം നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞ് പരലോകത്തേക്ക്. അപ്പൊ മറക്കരുത്, സ്വഹിയായ ഹദീസിൽ വന്ന ഒരു ദിക്റാണ്. വൈകുന്നേരം ഇങ്ങനെ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു ദിക്ർ ഞാൻ ഒഴിവാക്കില്ല. ഇത്രയും എളുപ്പമുള്ള ഒരു ദിക്ർ ഒരു ദിവസം 5 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് ദൃഢനിശ്ചയം, മരിക്കുവോളം ഞാൻ ഇത് ചൊല്ലാതെ ഉറങ്ങില്ല എന്ന് ദൃഢനിശ്ചയം എടുത്താൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അറിവ് നേടുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താലും ഖബറിലും അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇൻഷാ